എങ്ങനെ നമ്മുടെ സോൾ പർപ്പസിനെ കണ്ടെത്താമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും, അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഓരോ വസ്തുക്കൾക്കും വ്യക്തികൾക്കും എല്ലാ ജീവികൾക്കും ഓരോരോ പർപ്പസ് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മനുഷ്യർക്കും ഓരോ ജന്മങ്ങളിലും ഓരോ ഉദ്ദേശമുണ്ട്. ജന്മോദ്ദേശം എന്നൊക്കെ പറയാറില്ലേ, അതിനെങ്ങനെ കണ്ടെത്താമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ പുരാണങ്ങൾ എടുക്കുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഓരോ അവതാരങ്ങൾക്കും ഓരോ അവതാര ലക്ഷ്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളെന്ന് പറയുന്നത്. നമ്മളെ ഓരോ സോൾസും ഓരോ ശരീരം എടുക്കുന്ന സമയത്തും അതിന് ഓരോ പർപ്പസ് ഉണ്ട്. ഈ ഭൂമിയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്കുണ്ട്. അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ അതിനനുസരിച്ചുള്ള കർമ്മ അനുഷ്ഠിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളെ ജന്മോദ്ദേശം സഫലമാവുകയുള്ളൂ. അതായത് ഓരോ വ്യക്തികൾക്കും ഓരോ ലക്ഷ്യങ്ങളാണ്, അഥവാ ഓരോ പർപ്പസാണ് ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ പർപ്പസ് ആണെന്നല്ല നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പർപ്പസ് വ്യത്യാസമായിരിക്കും, നിങ്ങളുടെ രക്ഷിതാക്കളുടെ പർപ്പസ് വ്യത്യാസമായിരിക്കും. അതിനെങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഫൈൻഡ് യുവർ പാഷൻ ആൻഡ് സ്കിൽസ് എന്നുള്ളതാണ്. നമ്മുടെ താല്പര്യങ്ങളും നമ്മളെ കഴിവുകളെല്ലാം തന്നെ നമ്മളെ സോൾ പർപ്പസുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഞാൻ പഠിച്ചിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ എൻ്റെ പർപ്പസ് എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയത്? കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, അതായത് ഇതേപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ എനിക്ക് സന്തോഷം കിട്ടി. അതാണ് എൻ്റെ കഴിവ്. അതോടൊപ്പം തന്നെ എനിക്ക് അംഗീകാരം കിട്ടിയത് അതിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെയുള്ള എന്തെങ്കിലും ഒരു സ്കില്ലോ ടാലൻറ്റോ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ് നിങ്ങളെ സോൾ പർപ്പസ് കണ്ടെത്താൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ നല്ല അനുഭവങ്ങളോ അല്ലെങ്കിൽ മോശം അനുഭവങ്ങളോ ആയിരിക്കും ഈ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങളെ മോൾഡ് ചെയ്യുന്നത്. അതായത് പലപ്പോഴും നമ്മൾ പ്രവാചകന്മാരുടെയും ദൈവപുത്രന്മാരുടെയും അല്ലെങ്കിൽ ദൈവങ്ങളുടെയും കഥകൾ എടുക്കുകയാണെങ്കിൽ അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ വേദനകൾ നിറഞ്ഞതാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ആ വ്യക്തി തിരഞ്ഞെടുത്തത് ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബലഹീനനായ വ്യക്തിക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ദൈവപുത്രന്മാർ, പ്രവാചകന്മാർ എന്ന് പറയുന്ന വ്യക്തികളെല്ലാം തന്നെ അത്രയും പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് അവരെ മോൾഡിയാണ് ചെയ്തത്. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഏതിലേക്കെങ്കിലും നമ്മളെ വിരൽ ചൂണ്ടുന്നുണ്ടാവും. ഇതാണ് ഇതിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ആ വേദനകൾ അനുഭവിക്കുന്നത്. അത് സ്വയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് യൂണിവേഴ്സ് എന്നെ ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കുക. മൂന്നാമത്തെ കാര്യം, അത് നമ്മളെ ഇൻഡ്യൂഷൻ എന്നുള്ളതാണ്. അതായത് നമ്മളെ തോന്നലുകൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ നാച്ചുറൽ വാക്കിംഗ്, അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇൻഡ്യൂഷൻ പ്രവർത്തിക്കും. നമ്മൾ കുറേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, കുറേ സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ കടന്നു പോകുകയാണെങ്കിൽ നമ്മളെ ഇൻഡ്യൂഷനോ ഒന്നും തന്നെ വർക്കാവില്ല. ഇൻഡ്യൂഷൻ എപ്പോഴും ശാന്തമായ മനസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളെ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് നമ്മളെ ഉള്ളിലുള്ള ആത്മാവ്, അഥവാ നമ്മൾ ആ ഇന്നർ എനർജി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നല്ലൊരു മെൻറ്ററിനെ കണ്ടെത്തുക. അതായത് ഒരു സ്പിരിച്വൽ മെൻറ്ററിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഒരു സ്പിരിച്വൽ ഗുരുവിലേക്ക് പോവാതെ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക. ശിഷ്യൻ തയ്യാറാകുമ്പോൾ ഗുരു മുന്നിലെത്തുന്നു എന്നും ഗുരു തയ്യാറാകുമ്പോൾ ശിഷ്യൻ മുന്നിലെത്തും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു സോൾ പർപ്പസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രപഞ്ചം, ഇല്ലെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ മുന്നിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതാണ്. സോൾ പർപ്പസിനെ കണ്ടെത്താൻ അഞ്ചാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പേഷ്യൻ്റ് എന്നുള്ളതാണ്. അതായത് ക്ഷമയാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. സമയം എല്ലാത്തിനുള്ള വഴിയും നമുക്ക് തെളിയിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ശാന്തമായിട്ട്, അതായത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, എന്നാലും നിങ്ങൾ തിടുക്കം കൂട്ടാൻ പാടില്ല. ഓരോ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ തന്നെ നടക്കും. അതായത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്, ആ ഒരു ബി വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ജീവിതത്തെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. പണ്ടല്ല ഞാൻ പ്രഷറൈസ് ചെയ്തിട്ടാണ് ജീവിച്ചത്. അതായത് ഇത് നടക്കണം, ഇത് ചെയ്തേ മതിയാകും എന്ന രീതിയിൽ ഇവൻ മാനിഫെസ്റ്റേഷൻ വരെ ഈ ദിവസം ഞാൻ നടത്തിയെടുക്കും. അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ നിങ്ങൾ ടൈമോ കാര്യങ്ങളോ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രഷർ വരും. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സോൾ പർപ്പസ് കണ്ടെത്തുന്ന സമയത്തോ നിങ്ങൾ ആ ടൈമിന് അല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതായത് അതിനുവേണ്ടി ടൈം കൊടുക്കുക. ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ ചെടിയായി മരമായി വരാൻ ഒരു സമയം എടുക്കും. അതേപോലെ തന്നെ ബി വിത്ത് ദ ഫ്ലോ, ആ ഒരു ഒഴുക്കിനൊപ്പം നീന്താൻ വേണ്ടി ശ്രമിക്കുക. ദൈവം ഇല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴി തുറന്നു വരും. പിന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ
ലെസ് ഈഗോ, അല്ലെങ്കിൽ ഈഗോയെ നിങ്ങൾ കുറച്ച് വെക്കുക. നമ്മളിൽ അഹങ്കാരം വർദ്ധിക്കും. അതായത് ചില സമയങ്ങളിൽ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില വ്യക്തികൾ പറയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, എൻ്റെ കഴിവാണ്, ഈ രീതിയിൽ സംസാരിക്കാതെ നമുക്ക് എന്താണോ ലഭിച്ചത് അതെല്ലാം തന്നെ സർവ്വശക്തനായ ദൈവം ഇല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം ഒരു പർപ്പസ്, അതായത് നിങ്ങളുടെ ഒരു ഹയർ ആയിട്ടുള്ള ലൈഫ് പർപ്പസ് കണ്ടെത്തണമെങ്കിൽ നിങ്ങളെ ഈഗോ കുറച്ചേ മതിയാകും. അന്നേരം ഈ പറഞ്ഞ 6 പോയിൻറ്റ്സ് നിങ്ങളെ സോൾ പർപ്പസിലേക്ക് നിങ്ങളെ നയിക്കുന്നതോ അല്ലെങ്കിൽ അതിനുള്ള വഴികാട്ടിയായി മാറുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്കിതിൽ ഏത് പോയിൻ്റാണ് ഇഷ്ടപ്പെടുന്നതെന്നുള്ള കാര്യം പറയാം. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും പോയിൻറ്റ്സ് ആഡ് ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.